Hello, good afternoon. Good afternoon. Good afternoon. Good afternoon. രണ്ട് മിനിറ്റ് വൈകിട്ടാണ് മീറ്റിംഗ് ഉണ്ടായി ചെറുതായിട്ട്. ഓക്കെ, റെഡിയായോ എല്ലാവരും? ആ 2 മിനിറ്റ് കൊണ്ട് റെഡി ആയവരുണ്ടോ? ഞാൻ മിക്ക ദിവസവും ഞാൻ കയറുമ്പോ ഒരു 6-7 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഓ, ഇന്ന് ഞങ്ങൾ നേരത്തെ ആണല്ലോ എന്ന് ആരൊക്കെയോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ, അല്ലേ? ക്ലാസ്സിൽ ഞാൻ കയറുന്ന ദിവസേ വരുമ്പോ ചിലപ്പോഴൊക്കെ മിക്കപ്പോഴും ആളുകൾ ഭയങ്കര കുറവായിരിക്കും. ഇത് ഞങ്ങൾ നേരത്തെ ആണല്ലോ, ടീച്ചറാണല്ലോ വൈകിയത്, അല്ലേ? ഞാൻ വൈകിയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാവരും പ്രസന്റ് ആണ്. ഓക്കെ, യെസ്, മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. വായിച്ചൊക്കെ നോക്കിയോ? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 2 പേജ് എടുത്തോളൂ, വളരെ കുറച്ച് പേജ് എടുത്തോളൂ. നിങ്ങളത് ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചു. ചില ആളുകള് സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ചവരുണ്ടായിരിക്കും, അതായത് +2 ഒക്കെ സയൻസ് എടുത്ത് കോമൺ ആയിട്ട് പഠിച്ചവരും അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇൻഷുറൻസ് ഒക്കെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഇനി വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടേമുകൾ പഠിച്ചിരുന്നു. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? വേഗം വേഗം പറഞ്ഞേ, ആക്റ്റീവായി ഒന്ന് വേഗം. ഉറങ്ങല്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് ഐ തിങ്ക്, അല്ലേ? സിമ്പിൾ അല്ലേ ചാപ്റ്റർ? ഞാനിതൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കാൻ പോണു. അപ്പൊ നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ, മ്യൂട്ട് കൊടുത്താലും കുഴപ്പമില്ല. യെസ്, അപ്പൊ നമ്മള് ഇതിന്റെ ബാക്കി ഭാഗത്തേക്കൊക്കെ പോകാം. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ, അതായത് there are 2 parties, ഇൻഷുവേർഡും ഇൻഷുററും, അങ്ങനെ 2 വ്യക്തികൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒപ്പം നമ്മൾ കുറെ ടേമുകൾ പഠിച്ചു, അല്ലെ? പ്രീമിയം എന്താണെന്ന് പറഞ്ഞു, ക്ലെയിം എന്താണെന്ന് പറഞ്ഞു, ക്ലെയിമിൽ തന്നെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞു, എക്സ്ക്ലൂഷൻ പറഞ്ഞു, പിന്നെന്താണ്, പിന്നെ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു, അത് എപ്പോഴൊക്കെയാ കിട്ടുക, ഇൻ ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇൽനെസ്, അതായത് ഇവന്റ്, ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ സർജറീസ്, ഇതിനൊക്കെ കിട്ടുന്ന ക്ലെയിമുകളാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വളരെ മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ, ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. എന്താണ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ്, അതെന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പങ്കാളിയായാൽ ഏതൊക്കെ തരത്തിലുള്ള ചെലവുകൾക്ക് നമുക്ക് കവറേജ് കിട്ടും എന്നുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയത്. ഐ തിങ്ക് inpatient hospitalization, pre-hospitalization expenses, post-hospitalization expenses and ambulance charges, ഇവിടെ വരെയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇതെല്ലാം വായിച്ചിട്ട് ഇനിയൊന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം മനസ്സിലായതല്ലേ? അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ഇൻഷുറൻസുകൾ, ഇഫ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ്, അതിനകത്തൊരു അത്തരം ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചെലവുകൾക്ക് അർഹതയുണ്ട്, അല്ലെങ്കിൽ ഇൻഡെംനിഫിക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്താ പറയാ, ഹോസ്പിറ്റലൈസ്ഡ് ആയി ഉണ്ടാകുന്ന ചില മെഡിക്കൽ എക്സ്പെൻസുകൾ, അതായത് നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ്, ഫാർമസിയിൽ മരുന്നിനൊക്കെ വേണ്ടി വരുന്ന ചെലവുകൾ, അല്ലെങ്കിൽ ഫാർമസിയിൽ തന്നെ മറ്റ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സോ മറ്റേതെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ബില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്ര ഒരു ബില്ല് ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ബില്ലിന്റെ പേയ്മെന്റുകളെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നു, അതിന് കവറേജ് കിട്ടുന്നു. അതാണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ എക്സ്പെൻസസ്, അതായത് കൃത്യമായിട്ട് ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കൂടാതെ there are some expenses which are in the nature of non-medical, അതായത് നമുക്ക് മെഡിക്കൽ അല്ലാത്തത്, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാ, അതല്ലാത്ത ചില ചെലവുകളും എന്താവാറുണ്ട്, പേഷ്യൻസിന് വേണ്ടി വരാറുണ്ട്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ വരുന്ന റൂം റെന്റിന്റെയോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ്, സ്പെഷ്യൽ ഫുഡ്, ഡയറ്റ് ഫോളോ ചെയ്ത് കൊടുക്കേണ്ട ചിലപ്പോൾ ചില ഫുഡ് ആയിരിക്കാം. ചില ആളുകൾക്ക് നമ്മളപ്പോ വിചാരിക്കരുത് ഇതൊക്കെ വളരെ നിസ്സാരം കാര്യങ്ങളാണല്ലോ, ഇത്രയും ചെറിയൊരു ചെലവ് പോലും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. നമ്മള്
എപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുമ്പോഴേ ചില അസംഷൻസിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ് മീൻസ് എല്ലാവരും എന്താ പറയാ ഹൈ ഇൻകംഡ് ആയിട്ടുള്ള ആളുകളല്ല. നമ്മളൊരു കോമൺ മാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ടത്. ഒരു കോമൺ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആളെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഡെയിലി ഇൻകം കിട്ടുന്നത് അത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന ചില എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനേ അവർക്ക് തികയുന്നുള്ളൂ. അവർക്ക് ഇങ്ങനെ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങൾ ആക്സിഡന്റുകളൊക്കെ ജീവിതത്തിൽ വന്നു പോയാൽ അങ്ങനെ അതിനുവേണ്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയി ഹ്യൂജ് എമൗണ്ട് ഒക്കെ അതിനുവേണ്ടി മാറ്റിവെക്കാനൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അത്തരം ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പും, അതായത് നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് കിടക്കണമെന്ന് മാത്രമല്ല അതല്ലാതെയും വരുന്ന ചെലവുകളും ഒക്കെ നമ്മളുടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഏതിൽ വരുന്നുണ്ട്? നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും അതുപോലെ തന്നെ ചില പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതായത് ഡിസ്ചാർജ് ഒക്കെ ചെയ്തതിന് ശേഷവും ചില ചെലവുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന കവറേജ് കിട്ടുന്ന പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്താൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുള്ളൂ. അതുപോലെ തന്നെ ആംബുലൻസ് ചാർജസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് അല്ലെ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ഇനി എക്സ്പെൻസ് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻസ് the patients those who are admitted or hospitalized for not less than 24 hours, അതായത് ഒരു 24 മണിക്കൂറിൽ കുറയാതെ 24 മണിക്കൂറിൽ കുറയാതെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ അതിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസും കോസ്റ്റുകളും എല്ലാം തന്നെ വഹിക്കുന്ന ചില ഹെൽത്ത് പ്ലാനുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പോയി അത് പിറ്റേ ദിവസം അതേ സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ചില കാര്യങ്ങൾക്ക് ഒബ്സർവേഷൻ ഒക്കെ വേണ്ടി ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില പോയിസണസ് ആയിട്ടുള്ള ഏതൊക്കെയും സാധനങ്ങൾ കഴിച്ചോ അതിന്റെയൊക്കെ പോയിസൺ അപ്പൊ ഒബ്സർവേഷനിലൊക്കെ ഇടും അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ, പേഷ്യന്റിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ ഒബ്സർവേഷൻ ഇടും. അല്ലാതെ 5-6 ദിവസം ഒന്നും കിടക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു ദിവസത്തിൽ കുറയാത്ത അത്രയും സമയം നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു. ആൻഡ് വി ഹാവ് മെറ്റ് സം കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കുറെ ചെലവുകളൊക്കെ ഉണ്ടായപ്പോൾ വിചാരിക്കുക ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ അങ്ങനെ വരുന്ന ചെലവുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് കവറേജുകളുണ്ട്. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡേ കെയർ ട്രീറ്റ്മെന്റിനും ഇൻഷുറൻസ് കവറേജ് ഏതിൽ കിട്ടും? ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്തത് ഡേ ടു ഡേ ക്യാഷ്, ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. ഡേ ടു ഡേ, ഓരോ ദിവസവും ദിനം പ്രതി ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില കേസസിലെ ചില ഇൻഷുറൻസ് പ്ലാൻസ് അങ്ങനെയാണ്. ഓരോ പ്ലാൻസിനും അതിൻ്റെതായ കണ്ടീഷൻസ്, ലിമിറ്റേഷൻസ്, എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നാലും ചില ഇൻഷുറൻസ് പദ്ധതികൾ ഇങ്ങനെയാണ്. ഓരോ ദിവസം ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന്റെ എമൗണ്ട് അന്ന് വൈകുന്നേരം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അന്ന് എത്ര രൂപ ആ പേഷ്യന്റിന് വേണ്ടി ചിലവായത് അത് ലംസം ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. ലംസം മീൻസ് ടോട്ടൽ അല്ലെ, ഫുൾ ആയിട്ട് ഒരു ദിവസത്തെ ചെലവ് എത്രയാണോ അതൊരു ക്യാഷ് ആയിട്ട് ഒറ്റ കാശ് ആയിട്ട് അത് കൊടുക്കുന്നു. അടുത്ത ദിവസം അങ്ങനെ ഡേ ടു ഡേ ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ എന്താണോ അതൊരു ലംസം എമൗണ്ട് ആയിട്ട് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളിസി അല്ലെങ്കിൽ അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളും ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് വിളിക്കുക. ഡേ ബൈ ഡേ ഉണ്ടാകുന്ന എക്സ്പെൻസസ് വിൽ ബി കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ബൈ പ്രൊവൈഡിങ് ലംസം എമൗണ്ട്, ഒറ്റ തുകയായിട്ട് ഡേ ബൈ ഡേ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഡേ കെയർ ട്രീറ്റ്മെന്റും ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷും രണ്ടും രണ്ടാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ ഇവിടെ ആരും പറയാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്തത് ഇൻകം ബെനിഫിറ്റ് ആണ്. ഇനി മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കവർ ചെയ്യുന്ന ചില പോളിസീസ് ഉണ്ട്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ there are some advanced insurance plans. അതായത് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പ്ലാൻസും ഇങ്ങനെയുള്ള ചില ലംസം എമൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കുന്നു എന്ന് അറിയാമോ? അതായത് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ്, അത് ഓക്കെ ശരി. രോഗം വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മൾ അവിടെ വരുന്ന ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പൈസ കൊടുക്കുന്നു, അത് ഓക്കെ. പിന്നെ ആംബുലൻസ് ചാർജസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, അതും ഓക്കെ. പിന്നെ ഒരു ദിവസത്തെ കിടന്നുള്ള ചികിത്സയ്ക്കാണെങ്കിലും അത് ലംസം എമൗണ്ട് ആയിട്ട് ഡെയിലിയും പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്, അല്ലാതെയും കൊടുക്കുന്നുണ്ട്, അതും ഓക്കെ.
പക്ഷേ there are some advanced policies. ഇനിയും കുറച്ചുകൂടി അഡ്വാൻസ്മെന്റ് കൊടുക്കുന്ന ചില പോളിസീസ് ഉണ്ട്. എന്താണെന്നറിയാമോ? അവിടെ കൊടുക്കുന്ന അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ടു റീപ്ലേസ് ദ ലോസ് ഓഫ് ദ ഫാമിലി ഇൻകം ഇൻ കേസ് ഓഫ് അവർ ആബ്സെൻസ്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണെന്ന് വിചാരിക്കാം. ആൻഡ് ഐ ഹാവ് ആൻ ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ മാത്രമാണ് ആ വീടിന്റെ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തി. ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആയിട്ട് ഐ എം ഹോസ്പിറ്റലൈസ്ഡ് ഫോർ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് എന്തെങ്കിലും ആവട്ടെ, ഒരാഴ്ചത്തേക്കോ 2-3 ദിവസത്തേക്കോ 1 മാസത്തേക്കൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ലീഡ് ടു ദ സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് മൈ ഫാമിലി. തീർച്ചയായിട്ടും എന്റെ വീടിന്റെ ആ ഒരു ഘടന തന്നെ മാറും. കാരണം ഞാനാണ് അവിടെ വരുമാന മാർഗം ഉണ്ടായിരുന്ന ആള്. ഞാൻ ഏതെങ്കിലും കാരണങ്ങളാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ എന്റെ ഇൻകമിൽ എനിക്കൊരു നഷ്ടം വന്നില്ലേ? കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകാൻ വലിയൊരു ശമ്പളം തരുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഇൻകം ഏൺ ചെയ്യുന്നതിന്റെ നഷ്ടം ആ കുടുംബത്തിന് വരുന്നുണ്ട്. ആ നഷ്ടത്തെ ഇൻഡെമിനിഫൈ ചെയ്യുന്ന പോളിസീസും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസിലുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇൻകം ബെനിഫിറ്റ്, കണ്ടോ, ഇൻകം വരുമാന നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഉണ്ട്. ക്ലിയർ ആയോ എന്താന്ന്? ഉദാഹരണം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ക്ലിയർ ആണോ? Some advanced health plans provide a lump sum to your family to replace the lost income for the family in case of your absence. നമ്മുടെ അഭാവം കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെ കൂടി ഇൻഡെമിനിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് പ്ലാൻസുകളും ഇന്ന് കൃത്യമായിട്ട് നിലവിലുണ്ട് എന്നാണ് പറയാ. അപ്പൊ ഇതിൽ ഏത് തരത്തിലുള്ള പോളിസി നമ്മൾ അതിൽ അംഗമാകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സോ വി ഹാവ് ടു റെഫർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി. നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് പ്ലാൻസ് അത് അവർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാന്ന്. ഇൻഷുറൻസിൽ ചേർപ്പിക്കാനായിട്ട് നമ്മളിലെ ആരെങ്കിലും ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ പോസിറ്റീവ്സും അവര് നമുക്ക് പറഞ്ഞു തരും തീർച്ചയായിട്ടും. അതുകൂടാതെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ബെനിഫിറ്റബിൾ ആയിട്ടുള്ള പോളിസീസ് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോളിസീസ്, അപ്പൊ ഏത് രീതിയിലുള്ള കവറേജ് കിട്ടുന്ന പോളിസിയാണ് നമുക്ക് ബെറ്റർ എന്ന് മനസ്സിലാക്കിയെടുത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം നെക്സ്റ്റ് ഫ്യൂച്ചറിൽ അത് നമുക്ക് സെക്യൂരിറ്റി ഇല്ല, സേഫ്റ്റി ഇല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പലതും നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചേക്കാം. സോ അങ്ങനെ വരുമ്പോ ആ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഹെൽത്തിലുണ്ടാകുന്ന നഷ്ടം, നമ്മുടെ ഇൻകമിനുണ്ടാകുന്ന നഷ്ടം, നമ്മളുടെ അഭാവത്തിലുണ്ടാകുന്ന നഷ്ടം ഒക്കെ ഒരു പരിധി വരെ കാശ് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അല്ലെ? അങ്ങനെയല്ലേ? വ്യക്തിയെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ അഭാവം അല്ലെങ്കിൽ ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനെ പകരമല്ല. പക്ഷെ ഒരു തരത്തിൽ മറ്റൊരു രീതിയിൽ കൊണ്ട് നോക്കുമോ നമ്മളത് ഒത്തിരി ആളുകളെ കുറിച്ച് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും തന്നെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഉറ്റവരും ഉടയവരൊക്കെ ഇല്ലാതെ ആയി പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന കൊച്ചുകുട്ടികളൊക്കെ, അവർക്കൊക്കെ ആരാ സെക്യൂരിറ്റി സേഫ്റ്റി കൊടുക്കുക? അപ്പൊ അങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ആ ഫാമിലിയെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഒരു പരിധി വരെ അത്തരം നഷ്ടങ്ങളെ ചെറിയ തോതിൽ നമുക്ക് എന്ത് ചെയ്യാം, മനുഷ്യന്മാരുടെ അഭാവം നമുക്ക് നികത്താൻ പറ്റില്ല എങ്കിലും ആ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ കുറച്ച് ദിവസമൊക്കെ നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പോളിസീസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് എക്സ്പെൻസസ് കവേർഡ് എന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന കുറെ ചെലവുകളാണ് നമ്മൾ പറഞ്ഞതൊക്കെ. ഒന്ന് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ക്യാഷ്, ഹോസ്പിറ്റൽ ക്യാഷ് ആൻഡ് ഓൾസോ ഇൻകം ബെനിഫിറ്റ്. ക്ലിയർ ആയോ? ഈ എണ്ണത്തിന്റെ പോയിന്റുകൾ മനസ്സിലായോ? എല്ലാത്തിലെയും ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഏതിന്റെ? നമ്മുടെ ഒന്നാമത്തെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിലെ ആ പോയിന്റുകള്. ഓക്കെ. രണ്ടാമത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളായിട്ട് വരുന്നത്. ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നടത്താറുണ്ട്. ഈ പറയുന്ന പല ടെസ്റ്റും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് ഉണ്ടാകുന്ന ചെലവുകൾ കൂടി കവർ ചെയ്യുന്നതാണ്
പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ചാർജിന് ശേഷവും ഇതുപോലെ തന്നെ അപ്പൊ തന്നെ എടുത്ത് ഇറങ്ങി ഓടുകയല്ല നമ്മൾ ചെയ്യുക. ഡിസ്ചാർജ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നു, വേഗം തന്നെ ബില്ലൊക്കെ വരുന്നതിന് മുമ്പ് ചിലപ്പോ ഇന്നൊരു ടെസ്റ്റ് കൂടി കിട്ടും, അതിനുവേണ്ടി അവിടെ കൊടുക്കണം, അപ്പൊ അതിന് വേണ്ടി എടുക്കുന്നു, അല്ലെങ്കിൽ അതിന് ചെലവുണ്ട്, അപ്പൊ അതിന്റെ എമൗണ്ട് പറയും, അങ്ങനെയൊക്കെ പോയി അപ്പൊ ഡിസ്ചാർജിന് വരെയുള്ള ബില്ലേ ഇൻഷുറൻസ് കമ്പനി തരുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതും അതിന്റെ കൂടെ വരുന്ന ചെലവല്ലേ, ചിലപ്പോ അത് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസ് ചാർജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 24 hours, 24 മണിക്കൂറിൽ കുറയാത്ത ഒരു സമയം പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കവറേജ് അത്തരം മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോയിക്കോട്ടെ. യെസ്, അപ്പൊ നമ്മൾ എക്സ്പെൻസസ് ഏതൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്നാൽ there are some medical expenses or diseases which are not covered under health insurance according to IRDAI. IRDAI പ്രകാരം ചില ഡിസീസസ് അല്ലെങ്കിൽ ചില മെഡിക്കൽ എക്സ്പെൻസസ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്തത്. നമ്മൾ നേരത്തെ ഒരു വേർഡ് പഠിച്ചിരുന്നു, എക്സ്ക്ലൂഷൻസ്. എന്താ പറഞ്ഞേ? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവോയ്ഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ലിസ്റ്റിൽ ഇല്ലാത്തത്, ലിസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ ചെലവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയുള്ളത് എന്തൊക്കെയാണ് അങ്ങനെ IRDA മാറ്റി നിർത്തിയിരിക്കുന്ന ആ എക്സ്പെൻസുകൾ, മെഡിക്കൽ എക്സ്പെൻസുകൾ, ഈ ഡിസീസസ്. സോ IRDA ആരാണെന്ന് പറയുന്നുണ്ട്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. അതിന്റെ ഫുൾ ഫോം ചോദിക്കും. അതിന്റെ ഫുൾ ഫോം മാത്രമല്ല, ചിലപ്പോ അതിന്റെ എന്താ പറയാ, ഇതിനകത്ത് IR എന്തിനെ സൂചിപ്പിക്കുന്നു, D എന്തിനെ സൂചിപ്പിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു, A എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. മാത്രമല്ല ഈ പറയുന്ന എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഈ പറയുന്ന ഓരോ കാര്യം. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾക്ക് നമുക്ക് എക്സ്പെൻസ് കവർ കിട്ടില്ല IRDA പ്രകാരം? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് കോസ്മെറ്റിക് സർജറിയാണ്. എന്താ കോസ്മെറ്റിക് സർജറി? എവിടെയെങ്കിലും വില കേട്ട് പരിചയമുണ്ടോ? കോസ്മെറ്റിക് സർജറി എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? എവിടെയും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്. എവിടെയാ നമ്മൾ കേട്ടെ? കോസ്മെറ്റിക് സർജറി എവിടെയാണ് നമ്മൾ റെഫർ ചെയ്ത് കേട്ടേക്കണേ? നമ്മൾ തമ്മിലാണോ പറഞ്ഞേക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റല് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്ല, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് സപ്പോർട്ടീവില് കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ പഠിച്ചു. അതിനകത്ത് വന്ന ഒരു ഹെഡ് ആയിരുന്നു നോട്ട് ഡെർമറ്റോളജി, പ്ലാസ്റ്റിക് സർജറിയാണ്. ഡെർമറ്റോളജി അല്ല, പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു. ഒരു ഡിപ്പാർട്ട്മെന്റ്. പ്ലാസ്റ്റിക് സർജറി 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും മറ്റൊന്ന് കോസ്മെറ്റിക് സർജറി. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയുടെ പ്രത്യേകത? എന്താ? ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ജന്മന ബൈ ബർത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പിൽക്കാലത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് വന്നതോ രോഗവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് ഫിസിക്കലായിട്ട് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ വന്ന ആ ഒരു മാറ്റം ചിലപ്പോ കൈക്കോ കാലിനോ അല്ലെങ്കിൽ മുഖത്ത് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സാധാരണ സ്ട്രക്ചറിൽ നിന്നും സാധാരണ കോമൺ ആയിട്ടുള്ള ആളുകളുടെ അപ്പിയറൻസിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അതിന് ഒത്തിരി ആധുനിക സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ പ്ലാസ്റ്റിക് സർജറി. അതിലും ഒന്നാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി. അപ്പൊ അതൊക്കെ റീകൺസ്ട്രക്റ്റീവ് ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് സർജറിയിലൂടെ അതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. അത്തരം റിപ്പയർമെന്റുകൾ, അതായത് എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതിനെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് റിപ്പയർമെന്റ് ആകുക. ഇനി അടുത്തതാണ് രണ്ടാമത്തെ വിഭാഗം. അതാണ് ഇവിടെ ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത സാധനം. അതെന്താ? കോസ്മെറ്റിക് സർജറി ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാ? അവിടെ റിപ്പയർമെന്റ് അല്ല നടക്കുന്നത് അല്ലെ? അവിടെ എന്താണ്? ടു ഇംപ്രൂവ് അവർ അപ്പിയറൻസ് ഓർ എൻഹാൻസ് അവർ അപ്പിയറൻസ്. നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് കോസ്മെറ്റിക് സർജറി അല്ലെ? എൻഹാൻസിങ് ഓഫ് അവർ അപ്പിയറൻസ് ആണ്. അപ്പൊ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്ന് വെച്ചാൽ അവിടെ റിപ്പയർമെന്റ് അല്ല. നമ്മുടെ സൗന്ദര്യം ഓൾറെഡി നമുക്ക് ജനിച്ചപ്പോൾ ഒരു സൗന്ദര്യം ഇല്ലാത്തതുണ്ട്.
ഓക്കെ, ഇനി അതിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എൻഹാൻസിങ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇറ്റ് വിൽ റിക്വയർ ഹ്യൂജ് എമൗണ്ട്, ഒരുപാട് കാശ് വരും. സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്, ആക്ട്രസസ് ഒക്കെ, കാരണം അവർക്ക് അത് അവരുടെ പ്രൊഫഷനാണ്. അവരുടെ പ്രൊഫഷനിൽ അവർക്ക് സൗന്ദര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ ഇങ്ങനെയുള്ള ചില ട്രീറ്റ്മെന്റുകൾക്കൊക്കെ പോകും. എന്നാൽ ഇത്തരം ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ലക്ഷറി, അതൊരു ആഡംബരമാണ്. തീർച്ചയായിട്ടും അത്തരം കോസ്മെറ്റിക് സർജറീസിനൊന്നും എന്ത് കിട്ടില്ല, IRDAI പറയുന്നു അതിന് കവറേജ് ഇല്ല. ഞാനല്ല കേട്ടോ പറഞ്ഞേ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞതാണ് കോസ്മെറ്റിക് സർജറി വിൽ നോട്ട് ഗെറ്റ് കവറേജ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടില്ല. ഓക്കെ, രണ്ടാമത്തേത് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് IVF? ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അതാണ് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൃത്രിമ ഗർഭധാരണം. അതും ഒരു എന്താ പറയാ എക്സ്ട്രാ നമ്മൾക്ക് എന്താ പറയാ ഇല്ലാത്ത, അതായത് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റുകൾക്കും ഹ്യൂജ് എമൗണ്ട് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അതിനും നമ്മളുടെ IRDAI പ്രകാരം കവറേജ് കിട്ടുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല എന്നാണ് പറയുന്നത്. ഏത്? IVF, ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ. അറിയില്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം അവിടെ ഒന്ന് കുറിച്ച് വെച്ചേക്കാം വെറുതെ. ഇൻ വെട്രോ, IN ഇൻ, പിന്നെ വെട്രോ VITRO, ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ FERTILIZATION, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. ഇതിനും കിട്ടില്ല, എന്ത് കവറേജ് കിട്ടില്ല. ഇതൊന്നും ആക്സിഡന്റലി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. സഡൻ ഉണ്ടാകുന്ന ഇവന്റുകൾക്ക്, ഇൽനെസ്സിന്, ആക്സിഡന്റുകൾക്കൊക്കെയാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ സഡൻ ആക്ടിവിറ്റി ഓർ സഡൻ ആക്സിഡന്റ്. ഇതൊന്നും അങ്ങനെ ഉണ്ടാകുന്ന ഇൽനെസ് അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പൊ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. അറിയാലോ, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടുത്തത് മിസ്സലേനിയസ് ചാർജസ് ആണ്. ഈ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കിടക്കുന്നത്. അതർ ചാർജസ് ലൈക്ക്, അപ്പൊ ആ ഒരു ആരോ മാർക്ക് അവിടെ ഇട്ടിട്ടില്ലേ, അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട്. കാരണം ആ ആരോ മാർക്ക് കാണുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പോയിന്റ് ആണ്. ഓരോ പോയിന്റിനുമാണ് അവിടെ ഒരു ചെറിയൊരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ആരോ മാർക്ക് കോസ്മെറ്റിക് സർജറി ഒന്നാമത്തെ പോയിന്റ്, രണ്ട് IVF ആൻഡ് പ്രഗ്നൻസി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, മൂന്നാമത്തേത് പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, നാലാമത്തേത് മിസ്സലേനിയസ് ചാർജസ്. നാലാമത്തേത് മിസ്സലേനിയസ് ചാർജസ് ആണ്. അതിന്റെ താഴെ ഒരു ആരോ മാർക്ക് കിടക്കുന്നുണ്ട്, അത് വെട്ടിക്കളഞ്ഞേക്കാം. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്. ആ പോയിന്റിന്റെ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് പറയാം. അഞ്ചാമത്തേത് ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. അതിന്റെ അടിയിലും ഒരു ആരോ മാർക്ക് ഉണ്ട്, അതുകൂടി ഇത് വെട്ടിയേക്കാം കേട്ടോ. അടുത്തതിൽ രണ്ടിലും ഓൾറെഡി ഉണ്ട്. അത് ആ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നുന്നത് കോപ്പി പേസ്റ്റ് ആയി പോയതായിരിക്കാം. ക്ലിയർ ചെയ്തോ? അപ്പൊ നോക്കാം. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാതെ മറ്റൊരു എക്സ്പെൻസ് ആണ് ഏത്? മിസ്സലേനിയസ് ചാർജസ് എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ എക്സ്പെൻസ് എന്നൊക്കെ പറയില്ലേ. ഈ പറയുന്ന മിസ്സലേനിയസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു രജിസ്റ്റർ ചെയ്യണം. ഇത്ര നേരത്തെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൗകര്യത്തിന് നമ്മളുടെ ആ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് നേരത്തെ പോയി നേരത്തെ വരണം. അപ്പൊ അതിന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു. അപ്പൊ രജിസ്ട്രേഷൻ ചാർജസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ഒക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലൈസ്ഡ് ആകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കാം. അത്തരം അഡ്മിഷൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ. അപ്പൊ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനത്തെ എക്സ്ട്രാ ഫീസുകൾക്ക് എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല എന്നാണ് IRDAI പറയുന്നത്. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സർവീസ് നമ്മളുടെ ആവശ്യപ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് സർവീസ് ചാർജസ് മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചാർജ് വന്നു. ഇതൊക്കെ സാധാരണഗതിയിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, ഒരു മീഡിയം ലെവൽ അല്ല ഒരു ആവറേജ് ലെവലിലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത്. മറ്റേ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നു. അപ്പം ബുക്കിംഗ് ചാർജസ് വേറെ ഉണ്ട് അല്ലെ. വലിയ ചികിത്സകൾക്കൊക്കെ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം നേരത്തെ തന്നെ. അപ്പൊ ചില ഡോക്ടേഴ്സിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് ടൈം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അതിനകത്തൊക്കെ കറക്റ്റ് ചെയ്ത് ആ ഇത്ര പേഷ്യൻസിനെയൊക്കെ നോക്കുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ഫീസൊക്കെ പേയ്മെന്റ് ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ അത് പറ്റില്ല. അങ്ങനെ എടുക്കേണ്ട, സാധാരണ രീതിയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ മതി. അപ്പൊ അത്തരം രജിസ്ട്രേഷൻ ചാർജസ് ഒക്കെയാണ് ഈ മിസ്സലേനിയസ് ചാർജസിന്റെ ഇടയിൽ വരുന്നത്. രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ചാർജസ് ആൻഡ് സർവീസ് ചാർജസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊന്നും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് IRDAI വീണ്ടും പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആയോ? അത് മിസ്ലേനിയസ് ചാർജസ്, മിസ്ലേനിയസ് ചാർജസിന്റെ അത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. IRDAI പ്രകാരം ഏതൊക്കെ എക്സ്പെൻസുകളാണ് കവർ ചെയ്യാതെ അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ അതിങ്ങനെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായാലും നമ്മുടെ ഇതിനകത്ത് വരില്ല, ഇതില് കവറേജിൽ വരില്ല, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരില്ല. ആരോഗ്യം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. അതിനെ എന്താ പറയാ അഡ്വാൻസ് ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിലേക്കൊന്നും ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത പോയിന്റ് നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഹെൽത്ത് സപ്ലിമെന്റ്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹെൽത്ത് സപ്ലിമെന്റുകൾക്കൊന്നും കവറേജ് കിട്ടില്ല എന്ന്. എന്താ ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിച്ചപ്പോഴേ ഒരു ആരോഗ്യമൊക്കെ ഉണ്ട്. നമ്മളപ്പോ അങ്ങനെ വിചാരിക്കരുത്. ചില കുട്ടികൾക്കൊക്കെ ജനിക്കുമ്പോഴേ വൈറ്റമിൻസിന്റെ പ്രോട്ടീൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് പലതരത്തിലുള്ള രോഗം ഉണ്ടാകും. അങ്ങനെയുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് അതുകൊണ്ടുണ്ടാകുന്ന എന്താ പറയാ ആഫ്റ്റർ ഇഫക്റ്റിനൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി ചിലപ്പോ എന്താ പറയാ വെയിറ്റ് കൂടുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി എന്തെങ്കിലും എന്താ പറയാ ഇതുപോലുള്ള ഹെൽത്ത് സപ്ലിമെന്റ് ഒക്കെ കഴിച്ചിട്ട് അത് കുറയ്ക്കാൻ നോക്കുന്നു അല്ലെ. അപ്പൊ അത് നമ്മളുടെ തന്നെ എന്താ പറയാ കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാത്ത ഡയറ്റിന്റെ ഫലമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ നമ്മുടെ ശരീരത്തില്. തീർച്ചയായിട്ടും അത്തരം ഹെൽത്ത് സപ്ലിമെന്റുകൾക്കൊന്നും കവറേജ് കിട്ടില്ല. നമുക്കറിയാം ഇന്ന് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇത്തരം ഹെൽത്ത് സപ്ലിമെന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഒന്നും കഴിക്കാണ്ട് നിങ്ങൾ ഇത് മാത്രം കഴിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. ഇല്ലേ, അങ്ങനത്തെ ഇല്ലേ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ചിലർക്ക് ഒട്ടും എന്ത് കഴിച്ചാലും അത് ശരീരത്തിൽ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടീൻ ഷേക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് മാത്രം കഴിച്ചാൽ മതി, മറ്റേതെങ്കിലും ഫുഡുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയാലും വേറെ എല്ലാം കിട്ടുന്ന ഇത് ഇതിനകത്തുണ്ട് എന്നൊക്കെ പറയുന്ന ഒത്തിരി ഹെൽത്ത് സപ്ലിമെന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ ലക്ഷറി തന്നെയാണ്. കാരണം നമ്മൾ തന്നെ ചിന്തിക്കാതെ നമ്മൾ നല്ല രീതിയിലുള്ള എന്താ പറയാ ഡയറ്റ് ഫോളോ ചെയ്യാതെ എക്സസൈസ് ഇല്ലാതെയൊക്കെ നമ്മൾ അങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ എന്താ പറ്റുക, അങ്ങനത്തെ ഹെൽത്ത് സപ്ലിമെന്റ് കഴിക്കും. അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റം നമുക്ക് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കണമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് കൊണ്ടുണ്ടോ. ഇപ്പഴത്തേക്ക് കൂടി ഈ പ്രോട്ടീൻ ഷേക്ക് കഴിക്കുന്നു, അപ്പഴത്തേക്ക് കൂടി നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ പറ്റൂല. അവര് പറയുന്നു അവരുടെ ഹെൽത്ത് സപ്ലിമെന്റുകൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് അവർ പറയുന്ന രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് അത് കൺട്രോൾ ചെയ്താലും നമുക്ക് നമ്മുടെ വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹെൽത്ത് സപ്ലിമെന്റ്സിന് ഇന്ത്യയിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. ഇനി എന്താണ് അടുത്തത് ഈ കവറേജിനകത്ത് വരാത്ത പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. നമുക്ക് മുന്നേ കൂട്ടി ഉള്ള ചില രോഗങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കവറേജ് കിട്ടില്ല. അതായത് ഇപ്പൊ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഒരു ഭാഗമാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈഫ് ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളുടെ ഭാഗമാകണോ എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളത് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നത് ഇപ്പൊ അവര് നമ്മുടെ ഏജ്, നമുക്ക് ഉള്ള എന്തെങ്കിലും രോഗങ്ങൾ എന്നതൊക്കെ നമ്മളോട് ചോദിക്കും. നമ്മളത് കൃത്യമായിട്ട് ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് കൃത്യമായിട്ട് പറയണം. ഏതെങ്കിലും രോഗമൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊക്കെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ചില രോഗങ്ങൾ പെട്ടെന്ന് വരുന്നതല്ല, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതായിരിക്കാം. ആ ഒരു പീരീഡ്, ഒരു ചെറിയൊരു പീരീഡ് അവർ പറയുന്നുണ്ട്, ചിലപ്പോ വലുതോ, അത് ഇൻഷുററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഒരു പീരീഡിനകത്ത് ചില രോഗങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കണം ഇൻഷുററിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ഡിസീസസ് നമ്മൾക്ക് നേരത്തെ കൂട്ടി ഉണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് കവറേജ് കിട്ടില്ല. എക്സാമ്പിൾ പറയുന്നത് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, BP ഒക്കെ ഹൈ ആയിരിക്കുന്നവർക്കൊക്കെ അതിന് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ഇൻഷുറർ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്കൊരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇത്ര സമയം കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ആ പീരീഡ്, അങ്ങനെ ഒരു ഡ്യൂറേഷൻ അവർക്ക് തീരുമാനിക്കാം. ആർക്ക്? ഇൻഷുറൻസ്. ആ ഒരു ഡ്യൂറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ് എന്നാണ് വിളിക്കുക. എന്ത് വിളിക്കും? വെയിറ്റിംഗ് പീരീഡ് ആണ്. ആ വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ അവർക്ക് രോഗങ്ങളൊന്നും വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കവറേജ് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ചില രോഗങ്ങൾ അങ്ങനെ ഇങ്ങനെ പതുക്കെ വന്നിട്ടാണ് അത് മൂർജിക്കുക. അത് മൂർജിച്ച് കഴിയുമ്പോഴേ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ അത് മനസ്സിലാകുള്ളൂ, എനിക്ക് ഇന്നതായിരുന്നു രോഗം എന്ന്. നമ്മള് കുറെ നാളൊക്കെ നമ്മൾ കൊണ്ടെടുക്കും.
ചില രോഗങ്ങളൊക്കെ വരുമ്പോ ചില രോഗങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയില്ല, പക്ഷെ രോഗലക്ഷണങ്ങൾ പലതും നമ്മളെ കാണിച്ചിട്ടുണ്ടാവും, നമ്മൾ മൈൻഡ് ചെയ്യില്ല അല്ലെ. ഉദാഹരണത്തിന് ചിലപ്പോ ഹാർട്ട് അറ്റാക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് കുറച്ച് മുമ്പൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ ബ്ലോക്സ് ഒക്കെ ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ അവര് കാണിച്ചു കൊടുക്കും, ശരീരം തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, കൂട്ടാക്കില്ല. നമുക്ക് അങ്ങനെ വരില്ല, നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുക അല്ലെ, നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമ്മൾ അത് ചിന്തിക്കില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ ഡോക്ടറായി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡോക്ടറായിട്ട് അത് ഇതൊക്കെ വാങ്ങിച്ച് ഗ്യാസിന്റെ ആണെന്നും അതാണെന്നും ഇതാണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് നമ്മൾ തന്നെ മരുന്നെടുത്ത് കഴിക്കും. ചിലപ്പോൾ തലവേദനയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാതെ എപ്പോഴും തലവേദന ബാമൊക്കെ പുരട്ടി തീർന്ന് അല്ലെ എന്നിട്ട് അല്ലെങ്കിൽ പാരാസെറ്റാമോൾ എടുത്ത് കഴിക്കുക, അതൊക്കെ നമ്മൾ സ്വയം ചികിത്സിക്കുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ കൊണ്ടെടുക്കും. പക്ഷെ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ യഥാർത്ഥ രോഗത്തിന്റെ കാരണമോ അല്ലെങ്കിൽ യഥാർത്ഥ രോഗം എന്താണെന്നോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായ ശമനം കിട്ടും, കുറച്ച് ദിവസത്തേക്കാകാം, കുറച്ച് ആഴ്ചകളിലേക്കാകാം, കുറച്ച് മാസങ്ങളിലേക്ക്. പക്ഷെ ഈ കിടക്കുന്ന രോഗം എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ കിടന്ന് വലുതായിക്കൊണ്ടിരിക്കും. അവസാനം അത് ഒട്ടും തന്നെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ അത് വലിയൊരു എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കത് ശരിക്കും കാണിച്ചു. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എന്ത് പറ്റും, ഇത്ര നാളായിട്ട് ഇയാൾക്ക് ഇത് കിട്ടോ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങള് അല്ലെ, ബ്ലോക്കുകൾ, ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് പറ്റും, അതിനാണ് ആ ഒരു സമയം അവർ കൊടുക്കുന്നത് ഇൻഷുറർ. എന്തിന്, ഈ ഒരു സമയത്തിനുള്ളിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കവറേജ് തരാമെന്ന്. അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് നിശ്ചയിക്കാൻ, ഡിസൈഡ് ചെയ്യാൻ ഇൻഷുറർക്ക് സാധിക്കും. ആ ഒരു പീരീഡിൽ വരെ എന്ത് ചെയ്യില്ല, അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കിട്ടും. അപ്പൊ ഇതും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ആർ നോട്ട് ഓൾസോ പ്രൊവൈഡഡ്, കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ക്ലിയർ ആയോ? പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലായോ? ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇൻഷുറർക്ക് തീരുമാനിക്കാം. പക്ഷെ അതിനൊരു ചെറിയൊരു ഡ്യൂറേഷൻ പറയുന്നത് 12 months to 4 months, 48 months ആണ്. 12 മാസം മുതൽ 48 മാസം വരെ എന്ന് പറയുമ്പോൾ 12 to 48, 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് പറയുന്നുണ്ട് ചിലതിന്. അത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറൻസ്. അത് ഇൻഷുറർക്കും അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് പദ്ധതിയും ആശ്രയിച്ചിരിക്കും ആ വെയിറ്റിംഗ് പീരീഡ് ഡിസൈഡ് ചെയ്യാനായിട്ട്. ക്ലിയർ? അതിനകത്ത് ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. The waiting period depends on the insurer and can be between 12 to 48 months. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്, കാരണം ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്തിരിക്കുന്ന കവറേജിൽ വരാത്തതെന്നൊക്കെ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇനി കവറേജിൽ വരാത്ത അവസാനത്തെ സാധനമാണ് ഇത് സെൽഫ് ഹാം. എന്താ സെൽഫ് ഹാം? ഹാമിങ് അവർ ഓൺ ബോഡി അല്ലെ, നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രവർത്തികളാണ്. ദാറ്റ് മീൻസ് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെ, അതെ അത് തന്നെയാണ്. ആത്മഹത്യ, ശ്രമം, ആത്മഹത്യ, ഇതിനൊന്നും ആരും തരില്ല ഇൻഷുറൻസ്. കാരണം അത് നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതല്ലേ, അത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ലോ. നമ്മൾ എന്തായാലും ഒരു മിനിറ്റ് നേരത്തേക്കോ ഒരു നിമിഷം നേരത്തേക്കോ അത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ കയ്യോ കാലോ ബുദ്ധിയോ അറിയാതെ ആ ഒരു പ്രവൃത്തി എന്തായാലും അവിടെ ചെയ്യപ്പെടുന്നില്ല, ഒരു ആക്ഷൻ അവിടെ നടക്കുന്നില്ല. അതിന് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കണം. ആ ബ്രെയിൻ അതിന്റെ സന്ദേശം കയ്യിലേക്ക് കാലിലേക്ക് എവിടേക്കൊക്കെ കൊടുത്താലേ നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റും. ഇത് ആക്ഷൻ ചെയ്യുമ്പോഴും ബ്രെയിൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ. തീർച്ചയായിട്ടും അത് അറിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും ഒക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. യു ഹാവ് ടു ഡു ഇറ്റ്. ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഇതെന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്, പറയിപ്പിക്കുന്നത് ഒക്കെ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ ആക്ഷനും നമ്മൾ, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് അവർ ബ്രെയിൻ. തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ അതൊരു പ്ലാനിങ് ആണ്. എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളത് പെട്ടെന്ന് അങ്ങനെ എടുത്ത് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബ്രെയിൻ ആണ് ആ ഒരു പ്ലാനിങ് ചെയ്യുന്നതും. ആ ഒരു നിമിഷ നേരത്തെ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഇൻസിഡന്റിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ സാധിച്ച ചിലപ്പോൾ അടുത്ത നിമിഷത്തിലുള്ള ആളുടെ മനസ്സിൽ നേരം മാഞ്ഞുപോയി, ചിന്തിക്കില്ല പിന്നെ അതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള സെൽഫ് ഹാമുകളൊന്നും എന്ത് വരില്ല, ഇൻഷുറൻസ് കവറേജിനകത്ത് വരുന്നതല്ല എന്നാണ് പറയുക. ഇപ്പൊ ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി എടുത്തു, കുറച്ച് നാള് ഒരു 5-6 മാസമൊക്കെ അതിന്റെ പ്രീമിയം ഒക്കെ അടച്ചു, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എടുത്ത ആൾക്കാർ ഏതായാലും ഒരു പോളിസി എടുക്കണ്ടല്ല. എനിക്ക് എന്താ പറയാ, ആകെ തകർന്ന് തരിപ്പണായി ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ശരിയെന്നൊക്കെ സ്വയം മനസ്സിലാക്കി തോന്നുന്ന ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കടുങ്കൈയാണ് അത് അല്ലെ. നമുക്ക് നമ്മളെ തന്നെ വെറുത്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഇരുന്നു എന്തായാലും പോളിസി ഉണ്ടല്ലോ, വീട്ടുകാരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ, എന്നെ കൊണ്ടൊരു ഉപദ്രവം അങ്ങോട്ട് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് ഇത് പോയി ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം അതിന് കവറേജ്
കിട്ടില്ല, ആ വീട്ടുകാർക്കും കിട്ടില്ല. ഇനി അതിൽ നിന്നെങ്ങാനും നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ നിന്ന് അതിജീവിച്ച് പോന്നു കഴിഞ്ഞാലും അതിന് ഹോസ്പിറ്റലിൽ കുറെ ചെലവ് പൈസ കൊടുക്കേണ്ടി വരും. സോ ആഫ്റ്റർ ഇതൊന്നും ഒന്നിനും പരിഹാരമല്ല അല്ലെ. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും എപ്പോഴെങ്കിലൊക്കെ അത് സ്വയം നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ആരും ഇവിടെ എത്രയും കാലങ്ങളോളം ഒന്നും ജീവിച്ചിരിക്കാമെന്ന് നമ്മൾ ആർക്കും നമുക്ക് ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല. അപ്പൊ ഏതൊക്കെ കാരണങ്ങൾ കിട്ടില്ല? കോസ്മെറ്റിക് സർജറി, IVF and fertility treatment, pregnancy and abortion, miscellaneous charges, then pre-existing health insurance, pre-existing health conditions, health supplement and also self harm. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ കവറേജ് കിട്ടാത്തതാണ് IRDAI പ്രകാരം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതെല്ലാം നിശ്ചയം ചെയ്യുന്നത്. ഇവർക്കാണ് അതിന്റെ അധികാരം. കാരണം ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ കൺട്രോൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത് IRDAI ആണ്. അപ്പൊ ഏതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം, ഏതെങ്കിലൊക്കെ കവറേജ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നിശ്ചയിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ അതൊക്കെ? യെസ്. നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ തൊട്ട് മുന്നിൽ ഒരു കാര്യം പറഞ്ഞു, വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു അല്ലെ. വെയിറ്റിംഗ് പീരീഡ്. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ എ പീരീഡ്. കുറച്ച് കാലം നമുക്ക് ചിലപ്പോൾ 1 വർഷമാകാം, ചിലപ്പോൾ 2 വർഷമാകാം, 1.5 വർഷമാകാം, അപ് ടു മാക്സിമം 4 ഇയേഴ്സ് ഒക്കെയാണ്. ആ ഒരു കാലഘട്ടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടാനായിട്ട്. ചില ഡിസീസസിന്, ചില രോഗങ്ങൾക്ക് ആ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് ഇനി ഇവിടെ ഈ വെയിറ്റിംഗ് പീരീഡിൽ ചില രോഗങ്ങളെ അപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല, ചില രോഗങ്ങളെ വെയിറ്റിംഗ് പീരീഡിലും കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത ഡിസീസസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത ചില രോഗങ്ങൾ, ഡിസീസസ് ആണ്. ഒന്ന് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്, then any forms of fistula, benign prostatic hypertrophy, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatments, dental treatment and genetic disease or congenital conditions. ഇനി എന്താണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസർ, അൾസർ എന്ന് പറയുമ്പോൾ വയറ്റിനകത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലെ. ഒരു തരം രോഗം തന്നെയാണ്. അത് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ചില അസുഖങ്ങളാണ്. അപ്പൊ അത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസറുകളൊന്നും വെയിറ്റിംഗ് പീരീഡിൽ കണക്കാക്കാത്ത രോഗമാണ്. പിന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ ഓർഗൻസ് തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഈ ചില ഓർഗൻസ് ഒക്കെ ഇങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ ഇങ്ങനെ ഓപ്പണിംഗ് പോലെയൊക്കെ വരും. അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ സർജറിയുടെ ആഫ്റ്റർ ഇഫക്ട് കൊണ്ടോ ഒക്കെ ഉണ്ടായ ചില ഓപ്പണിങ്സ് ആണ്. ചില ഓർഗൻസ് തമ്മിൽ ചെറിയൊരു വിള്ളൽ ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെയൊക്കെ അതൊരു ചിലത്തിൽ അങ്ങനെയുള്ള ചില രോഗങ്ങളുണ്ട്. അതാണ് ഫിസ്റ്റുല എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. എന്താ ബെനൈൻ പ്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് നമ്മൾ എവിടെയോ റെഫർ ചെയ്ത് പോന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പറഞ്ഞ് നമ്മൾ തന്നെയാണ് കേട്ടേക്കണേ. കേട്ടിട്ടില്ല? എവിടെയാ കേട്ടിരിക്കുന്നത്? എവിടെയാ രേവതി കേട്ടത്? നമ്മളെവിടെയാ പറഞ്ഞത്? വേറെ ആരുമല്ല, നമ്മളാ പറഞ്ഞേ. എപ്പൊ പറഞ്ഞു? എവിടെയാ കേട്ടിരിക്കുന്നത്? റെഫർ ചെയ്ത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അത് കേട്ടത് യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നമ്മളുടെ പുരുഷന്മാരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയവം, ഒരു ഓർഗനാണ് പ്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ക്യാൻസർ ഒക്കെ ഫോം ചെയ്താൽ അത് അവരുടെ റീപ്രൊഡക്ഷനെ കാര്യമായി ബാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് യൂറോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ പറയുന്ന അത് തന്നെയാണ് പ്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന പലതരത്തിൽ ഈ പ്രോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ഓർഗനാണ്. അത് പുരുഷന്മാരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനാണ്. അതിനകത്ത് ഇങ്ങനെ എൻലാർജ്മെന്റ് വരിക, ഇങ്ങനെ അത് വീർക്കുക, അത് വളരുക ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ യുറേത്ര, നമ്മുടെ ഈ മൂത്രാശയത്തിനകത്തേക്കൊക്കെ വന്ന് അതിങ്ങനെ ജാം ആയിട്ടൊക്കെ നിൽക്കും. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. പൈൽസ് എന്ന് പറഞ്ഞ അസുഖം ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന അസുഖമാണ്. അത് തന്നെയാണ് ഹെമറോയിഡ്സും. ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിംഗ്, യൂട്രസ് ബ്ലീഡിംഗ് ആണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള, ഇപ്പൊക്കെ അതൊരു കോമൺ ഡിസീസസ് ആയിട്ട് മാറിയിരിക്കുന്നു. ബ്ലീഡിംഗ് ഇങ്ങനെ മന്ത്ലി തന്നെ ട്വൈസോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നു തന്നെ കുറെ ലോങ് പീരീഡ്, ചിലപ്പോ 10 ദിവസം 15 ദിവസം ഒക്കെ അങ്ങനെ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ വരുന്ന ഒരു അവസ്ഥ. അതൊന്നും നമ്മളുടെ ഈ ഡിസീസസ് നമ്മുടെ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസ് ആണ്. കാറ്ററാക്ട്സ് അറിയാം,
തിമിരമാണ്, അതും ഇതിനകത്ത് വരില്ല. ഹെർണിയ, ഈ കാറ്ററാക്ട് ഒക്കെ വരാത്തത് എന്തുകൊണ്ടാണെന്നറിയാം, ഇതൊക്കെ ഒരു കോമൺ അസുഖമായി. കാരണം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരിലും വരുന്ന രോഗമാണല്ലോ കാറ്ററാക്ട്സ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അധികം ഒന്നും അങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. അതൊക്കെ എന്താ പറയാ എന്തായാലും ഉണ്ടാകാവുന്ന ചില രോഗങ്ങളാണ്. ഹെർണിയ അതുപോലെ തന്നെ, അതുപോലെ അബ്നോർമൽ ഒരു ഗ്രോത്ത് ആണ്. അത് പുരുഷന്മാരിലാണ് പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ കണ്ടിരിക്കുക അങ്ങനത്തെ അസുഖങ്ങള്. പിന്നെ മാത്രമല്ല ഇപ്പൊ സ്ത്രീകളിലും അതിങ്ങനെ സിസ്റ്റ് പോലെയൊക്കെ വളർന്നു വരുന്ന സംഭവമൊക്കെ തന്നെയാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റും അതിനും നമ്മുടെ ഡിസീസസ് വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും തരത്തിലുള്ള ലിക്കേഴ്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് അഡിക്റ്റഡ് ആയി പോകുക, എന്നിട്ട് അവസാനം അത് അഡിക്ഷൻ മാറ്റാൻ വേണ്ടി മറ്റു ട്രീറ്റ്മെന്റുകൾക്കൊക്കെ കൊണ്ടുപോകുക. ഒത്തിരി പൈസയൊക്കെ ചെലവാകുന്നത് മാത്രമേ മിച്ചം. അപ്പോ ചിലവര് നമ്മളത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വന്നാലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ പിന്നെയും അതിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അതിനൊത്തിരി കാശൊക്കെ ചെലവാകുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കൊണ്ടാണ്. അതുകൊണ്ട് അത് അതിനകത്തുനിന്ന് കവർ ചെയ്യാത്ത ഒരു ഡിസീസ് ആണ്. പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണ്. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നമുക്ക് ഒത്തിരി ഡെന്റൽ ട്രീറ്റ്മെന്റുകളെ അറിയാം. അത്തരം ട്രീറ്റ്മെന്റ് ഒന്നും ഇതിനകത്ത് വരികയാണ്. അതായത് അലൈൻമെന്റ്, ടീത്ത് അലൈൻമെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ ഈ പല്ലൊക്കെ നിരയൊക്കെ ലെവലാവാൻ അതൊക്കെ കുറെ കളയുക, കുറെ ഇടയിലൊക്കെ പല്ല് കയറി വരും. അങ്ങനെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഇതിനകത്ത് ഡിസീസിൽ വരുന്നില്ല. പക്ഷേ അൺലെസ് അതെന്തായിരിക്കണം, ഡെന്റൽ ഇഞ്ചുറി വിച്ച് ഹാസ് ബീൻ കോസ്ഡ് ബൈ എൻ ആക്സിഡന്റ്, ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡന്റിൽ നിന്നുള്ള ഒരു ഡെന്റൽ ഇഞ്ചുറി ആണെങ്കിൽ അതിന് കവറേജ് കിട്ടും. മനസ്സിലായോ? അത് ഡിസീസ് കവറേജ് കിട്ടുന്ന ഡിസീസാണ്. ഏത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുണ്ടായിരുന്ന ആക്സിഡൻസിൽ നമുക്ക് വന്ന ടീത്ത് ഇഞ്ചുറി ആണെങ്കിൽ, ഡെന്റൽ ഇഞ്ചുറി ആണെങ്കിൽ അതിന് കവറേജ് കിട്ടും. അല്ലാതെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നതല്ല. പിന്നെ കോൺജനറ്റൽ കണ്ടീഷൻസ് ആൻഡ് ജനറ്റിക് ഡിസീസസ്. ജനറ്റിക് മീൻസ് നമ്മുടെ എന്താ പറയാ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ബൈ ബർത്ത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങള്, അതുപോലെ പാരമ്പര്യപരമായിട്ട് കിട്ടുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. അതിനും ഒന്നും ഡിസീസസ് നമ്മുടെ വെയിറ്റിംഗ് പീരീഡിൽ കവറേജ് കിട്ടാത്തതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. ബിക്കോസ് അതൊക്കെ ഇടയ്ക്ക് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസ്, അല്ലാതെ IRDAI പ്രകാരം കവർ ചെയ്യാത്ത ഡിസീസസ് ഏതൊക്കെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പറയട്ടെ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇൻഷുറൻസ് ഏതൊക്കെ രീതിയിലുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 5 ടൈപ്പാണ് കേട്ടോ ഉള്ളത്. 5 ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. ഇങ്ങനെ 5 തരത്തിലുള്ള കവറേജുകൾ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസുകളാണ് നിലവിലുള്ളത്. ഇതിൽ ഏതൊക്കെ വേണമെന്നൊക്കെ, ഏത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഞാൻ എടുക്കേണ്ടതെന്ന് വളരെ ഉചിതമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നോക്കി റെഫർ ചെയ്തൊക്കെ നോക്കി, അല്ലാതെ വേഗം ഓടിച്ചാടി ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് മതി എന്ന് വിചാരിക്കരുത്. കുറെ ബെനഫിഷ്യൽ ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതിന്റെ ഡ്യൂറേഷനും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അത് ആർക്കും ഫാമിലിക്ക് മൊത്തം കിട്ടുന്നതാണോ, ഒരു വ്യക്തി മാത്രം കിട്ടുന്നതാണോ, ഏതൊക്കെ ഇൽനസുകൾ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി മാത്രം നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. ദാറ്റ് മീൻസ് the expense which is owing to hospitalization. ഒരു ആള് രോഗിയാകുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസും ആക്സിഡന്റിലൂടെ ഉണ്ടാകുന്നതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാകാം, എന്തായിക്കോട്ടെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. എന്ന് വെച്ചാൽ രോഗം വന്ന് നമ്മൾ ആശുപത്രി കിടന്ന എല്ലാ ചെലവുകളും, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിനുള്ള എല്ലാ ചെലവുകളും. അപ്പൊ അതിന്റെ എന്തൊക്കെ ചെലവായിട്ടുണ്ടോ അതിന്റെയൊക്കെ ബില്ലുകൾ മതി. അതിന്റെ എവിഡൻസ് ആയിട്ട് ആ ബില്ല് കാണിക്കുക, ഇൻഷുറൻസ് കമ്പനി അതിന്റെ പേയ്മെന്റ് കൊടുത്തു.
ഓക്കെ, അപ്പൊ അതിന്റെ കവറേജിൽ വരും അതൊക്കെ. പക്ഷെ എങ്കിലും ഈച്ച് ആൻഡ് എവറി ഇൻഷുറൻസിന് അതിൻ്റെതായ എക്സ്ക്ലൂഷൻസും ലിമിറ്റേഷൻസും ഉണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അവര് അതൊക്കെ പറയും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എല്ലാത്തിന്റെയും അടിയിൽ ആഫ്റ്റർ ഓൾ നമ്മൾ ഒരു കുഞ്ഞു നക്ഷത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന്, അല്ലെ? ആ സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങളും വ്യവസ്ഥകൾക്കും ഒക്കെ നിദാനമായി അല്ലെങ്കിൽ അതിന്റെ ബേസിസിൽ മാത്രമായിരിക്കും ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുക. അതാണ് കുഞ്ഞക്ഷരത്തിൽ എഴുതി വെച്ചേക്കണേ. കുഞ്ഞു സ്റ്റാറിന്റെ മൂലക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന്. പല സാധനങ്ങളും നമ്മൾ അങ്ങനെയാണ്, ആഡ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഓടും, ആഡ് കണ്ടിട്ട് ഓടും, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഓടുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല പരസ്യങ്ങളൊക്കെ കണ്ടുമ്പോഴേ നമ്മൾ അതും പറഞ്ഞിട്ട് അതിന്റെ പിന്നാലയിലേക്ക് ഓടും. അത് ഇങ്ങനെ ഓഫർ ഉണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇതിനകത്ത് ഒരു സ്റ്റാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയുന്ന ഒരു സ്റ്റാർ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് അതിനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമായിരിക്കും ഈ പറയുന്ന ബെനിഫിറ്റുകൾക്ക് നമുക്ക് അർഹരാകാൻ പറ്റുള്ളൂ എന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ സ്റ്റാർ എവിടെയെങ്കിലും കൊണ്ടുപോകും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലൈസേഷൻ കവർ ക്ലിയർ ആയോ? ഒന്നാമത്തെ മനസ്സിലായോ? Hospitalization cover മനസ്സിലായോ? Hospitalization cover provides the insured cover for all expenses arising out of hospitalization owing to treatment needed for illness or accident എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണെന്ന് ചോദിക്കും. അടയാളപ്പെടുത്തിയോ? യെസ്, അടുത്തത് പറയാൻ പോണേ ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്യാഷ് കവർ ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു തൊട്ട് മുകളിൽ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നു. ആശുപത്രി കിടന്നു, ആശുപത്രിയിൽ എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ചെലവ്, ICU ചാർജ് ഉപയോഗിച്ചു, ICU ഉപയോഗിച്ചു അതിന്റെ ചാർജ്, ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് പൈസ, ലാബ് ടെസ്റ്റുകൾ നടത്തി അതിന്റെ കാശ്, ഫാർമസിയിൽ പൈസ, ഇതിനൊക്കെ ബില്ലുണ്ടാകും, ബില്ലൊക്കെ കൊടുക്കും. എന്നാൽ there are some expenses which are of non-medical in nature. എന്നാൽ ചില ചെലവുകൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എന്താണെന്നറിയാമോ? അത് മെഡിക്കൽ നേച്ചറിലുള്ളതല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിയുമായിട്ട് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് കിട്ടുന്ന രോഗത്തിന്റെ ചികിത്സയുമായിട്ട് നേരിട്ട് അതിന് ബന്ധമില്ല, ഡയറക്റ്റ് ആയിട്ട് അത് ബന്ധമില്ല, പക്ഷെ അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ട് താനും. അതായത് ഈ പറയുന്ന ആ രോഗിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ റൂം നമ്മൾ എടുത്തു, അല്ലെങ്കിൽ അതിന്റെ ആൾക്ക് ഡൈജഷൻ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും ഫുഡ് കൊടുത്തു, ഫുഡിനൊക്കെ ഇത്രമെടുത്ത് കാശാവോ, ഇതിനൊക്കെ ഇൻഷുറൻസ് കമ്പനിക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. പക്ഷെ അതും പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു കോമൺ ബിലോയിലായിട്ടുള്ള ഒരു ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് ബിലോ ഇൻകമിലുള്ള ആളുകളെ കുറിച്ച് മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഇത്തിരി കാശൊക്കെ 6ഉം 7ഉം അക്ക ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾക്കോ അല്ലാതെ മറ്റു വലിയ വലിയ മില്ലനയർ ആയിട്ടുള്ള മില്ലനയറിസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി മൾട്ടിനാഷണൽ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും നമ്മൾ ചിന്തിക്കരുത്. സാധാരണക്കാരെയും സാധാരണക്കാരുടെ താഴെയുള്ള ആളുകളെയും മാത്രം നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അസ്യൂം ചെയ്യുക, അവരെ വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ വലിയ എക്സ്പെൻസ് തന്നെയാണ്. സോ ആരാണ് ഈ ചെലവൊക്കെ വഹിക്കാനായിട്ടുള്ള പൈസ തരിക? അവരെ സംബന്ധിച്ച് അത് വലിയ എമൗണ്ട് തന്നെയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, ഈ പേഷ്യന്റിനെ അവിടെ വരെ എത്തിക്കാൻ വേണ്ടി വരുന്ന ചെലവുകൾ അവരെ സംബന്ധിച്ച് അതൊക്കെ ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല, ബെയർ ചെയ്യാൻ പറ്റില്ല. സോ ഇൻഷുറൻസ് കമ്പനി വിൽ സപ്പോർട്ട് ദം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അത്തരം ചെലവുകൾ, നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചെലവുകൾ കൂടി ഹോസ്പിറ്റലൈസേഷൻ, തൊട്ട് മുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനോടൊപ്പം കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. മറ്റേതിനകത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകൾ മാത്രമാണ് ബില്ലനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത് പറഞ്ഞതില് ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകൾ കൂടാതെ മറ്റ് നോൺ മെഡിക്കൽ എക്സ്പെൻസ് കൂടി അവിടെ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, സ്റ്റേ, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്, ഇതുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ടും കൂട്ടിക്കുഴയ്ക്കരുത് കേട്ടോ. രണ്ടാമത്തേത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്നുള്ളത് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന ആ ഒരു 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. 2 സെന്റൻസ് അല്ല, 2 വരി. 2 വരിയിലാണോ ഒറ്റ സെന്റൻസ് കിടക്കുന്നത്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കവർ ചെയ്യാത്ത ചില എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് വിളിക്കുക. പഠിക്കോ?
ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് ക്രിട്ടിക്കൽ ഇൽനസ് കവർ ആണ്. ക്രിട്ടിക്കൽ ഇൽനസ്, ദർ ആർ സം ക്രിട്ടിക്കൽ ഇൽനസ് അല്ലെങ്കിൽ സീരിയസ് ഇൽനസ്, ഗ്രേവ് ഇൽനസ്. ഇത് ഭയങ്കര ഗൗരവമായ ചില രോഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതായത് മാത്രമല്ല, ഗൗരവം മാത്രമല്ല, ഇറ്റ് ഈസ് എ പ്രൊലോങ്ഡ് റിക്കവറി ഡിസീസ്. അധികം പെട്ടെന്നൊന്നും മാറുന്ന രോഗമല്ല, കുറെ സമയമെടുത്ത് മാറേണ്ട, റിക്കവർ ചെയ്യേണ്ട ചില രോഗങ്ങളുണ്ട്. ലാസ്റ്റ് ചിലപ്പോ അത് മാറിയില്ലെന്നും വരാം. അങ്ങനെ വലിയ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോ അത് മാറിയേക്കാം. അത് എന്താ പറയാ, നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോ 100% മാറിയില്ല എന്നും ഇരിക്കാം. അങ്ങനെയുള്ള ചില രോഗങ്ങളുണ്ട്, സച്ച് ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെന്താ നമ്മുടെ പാരാലിസിസ്. അതായത് നമ്മൾ തളർന്നു പോകുക, ഒരു വശം മുഴുവനൊക്കെ, അല്ലെങ്കിൽ ബോഡിയുടെ ഒരു ഫുൾ പാർട്ട് തന്നെ തളർന്നു പോകുക അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൊക്കെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡാമേജ് ആയിട്ട് മറ്റൊരാളുടെ ഹെൽപ്പ് കൊണ്ട് മറ്റൊരാളിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുക, ക്യാൻസർ, ഇതിനൊക്കെ കുറെ സമയം എടുത്ത് റിക്കവർ ആകാനായിട്ട് അല്ലെ. പെട്ടെന്നൊന്നും റിക്കവറി സാധ്യമാകുന്ന അസുഖങ്ങളല്ല. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ബെനിഫിറ്റ് കവറേജ് നൽകുന്ന പോളിസി അല്ലെങ്കിൽ അങ്ങനെയുള്ള കവറേജ് ഉള്ളതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ഇൽനസ് പോലെയുള്ള, അതായത് ക്യാൻസർ, പാരാലിസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം സീരിയസ് ആയിട്ടുള്ള, വളരെ ഗ്രേവ് ആയിട്ടുള്ള, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസുകളെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനസിനകത്ത് ഉള്ളത്. ഇതില് ഇനി എന്താ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊലോങ്ഡ് റിക്കവറി ആയിരിക്കും. കുറച്ച് കൂടുതൽ സമയമൊക്കെ ഇത് എടുക്കും മാറാനായിട്ട്. ഇങ്ങനെ കൂടുതൽ സമയം എടുക്കുമ്പോ അത് മുഴുവൻ സമയം നമ്മളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കൂല. ഒരു വിധമൊക്കെ ഭേദമാകുമ്പോൾ വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ചോ. ആൻഡ് ഓൾസോ അതനുസരിച്ച് മാത്രമല്ല, വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാനോ, ചിലപ്പോൾ ചിലർക്ക് എന്താ പറയാ വല്ല തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം, ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യാനായിരിക്കാം. പക്ഷെ അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ വീണ്ടും കുറെ ചെലവുകളൊക്കെ വരുന്നുണ്ട്, ഇൻസിഡന്റൽ ആയിട്ടുള്ള കുറെ എക്സ്പെൻസുകൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ എക്സ്പെൻസുകളും കൂടി മീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ രോഗത്തിന് ആശുപത്രിയിൽ കിടന്നാൽ മാത്രമല്ല, കിടക്കുമ്പോ കുറച്ച് ദിവസം കിടന്നുള്ളൂ, അത് കഴിഞ്ഞ് ഒരുവിധം ഓക്കെ ആയി കഴിയുമ്പോൾ ഡോക്ടർ പറയും വീട്ടിൽ പോയിട്ട് നമ്മളിത് ശ്രദ്ധിക്കുക, സമയം എടുക്കും മാറാനായിട്ട് എന്നൊക്കെ പറയും. നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു വിടും. പക്ഷെ ഇടയ്ക്ക് നമ്മൾ അതിന് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ ആ ചെലവും ഭയങ്കരമാണ്, ഭീമമായ ചെലവുകൾ അപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത്തരം ഇൻസിഡന്റ് എക്സ്പെൻസസും കൂടി കവർ ചെയ്ത് കൊടുക്കുന്ന കവറേജിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനസ് കവർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്രിട്ടിക്കൽ ഇൽനസ് കവർ. ഇനി ഈ ക്രിട്ടിക്കൽ ഇൽനസ് ഒക്കെ വരുമ്പോ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഇവർക്ക് ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാകുന്ന അഡീഷണൽ എക്സ്പെൻസുകൾ, ഇൻസിഡന്റൽ എക്സ്പെൻസ് പറയുന്നത് ഓരോ ഇൻസിഡന്റ് വരുമ്പോ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകണോ, ഡയാലിസിസ് ചെയ്യാൻ പോകണോ, തെറാപ്പീസ് നടത്താൻ പോകണോ, അപ്പൊ ഈ വണ്ടിയൊക്കെ വിളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ തീരെ ആവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരൊക്കെ ഇത് വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ ഓരോന്നിനും കാശ് ചെലവാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല, വാട്ട് ഈസ് ദ പോസിബിൾ ലോസ് ഓഫ് ഇൻകം ഓഫ് ദ ഫാമിലി ആൻഡ് ഓൾസോ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദ ഫാമിലി. ഈ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇദ്ദേഹത്തിന്റെ അഭാവം മൂലം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വരുമാന മാർഗം ഇല്ലാതായതുകൊണ്ട് ആ ഫാമിലിക്ക് നേരിട്ട നഷ്ടത്തെ കൂടി മാനിച്ചിട്ടായിരിക്കും ഇത്തരം കവറേജ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു കുടുംബനാഥ അവരായിരിക്കും ചിലപ്പോൾ അതിനെ ആ വീടിനെ നോക്കി പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഇൻകം ഉള്ള ആൾക്ക് എന്തെങ്കിലും വയ്യായ്ക്ക് വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ആ ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്യുന്ന ചെലവുകൾ മാത്രം മീറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ ആ പൈസ മാത്രം കൊടുത്തതുകൊണ്ട് ഭേദമായോ? പറ്റില്ല. കാരണം ആ ഒരാളായിരുന്നു ആ വീടിന്റെ ഏകാശ്രയം, വരുമാനം. പിന്നെയുള്ളത് ചിലപ്പോൾ കുട്ടികളാകാം, അതുങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഫുഡിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൂടി കൊടുക്കുന്ന ഒരു കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനസ് കവറിനകത്ത് ഉള്ളത്. അഡീഷണൽ ആയിട്ട് വരുന്ന എല്ലാ ചെലവും വഹിക്കുന്നുണ്ട് ഈ ഒരു കവറേജിൽ, ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ. ക്ലിയർ ആയോ? മൂന്ന് രീതിയിലാണ് ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത്. മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രമേ റിക്വയർഡ് ബിൽ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റുകൾ അനുസരിച്ച് പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുള്ളൂ. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, മെഡിക്കൽ എക്സ്പെൻസുകൾ എല്ലാം തന്നെ ആളുടെ ആ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അതല്ല. അതിനേക്കാൾ ഉപരി ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രമല്ല, ഒരു പേഷ്യന്റിന് രോഗം വരുമ്പോ രോഗത്തിന് ചികിത്സ കിട്ടി, മരുന്ന് കിട്ടി, മറ്റു കാര്യങ്ങളെല്ലാം കിട്ടി. ഇത് മാത്രമല്ല ആ വീട്ടുകാർക്ക് ചെലവ് സഹിക്കേണ്ടി വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയാണ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കോമൺ മാൻ ആയിട്ട് ചിന്തിക്കുക.
നിങ്ങൾ വളരെ ഉയർന്ന ഗതിയിൽ ചിന്തിച്ചാൽ കാര്യമില്ല. കാശുള്ളവന് എന്ത് ചെലവ് വന്നാലും അവര് എങ്ങനെയെങ്കിലും അതെല്ലാം നടത്തും. എന്നാൽ സാധാരണക്കാർക്ക് അതിൽ താഴെയുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള വസ്തുവകകൾ, പ്രോപ്പർട്ടീസ്, വീടും പറമ്പൊക്കെ വിറ്റിട്ടായാലും ഒരാളുടെ ജീവനാണ് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം വിറ്റിട്ടായിരിക്കും അവരത് നടത്തുക. പക്ഷെ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് സഹായങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, നോൺ മെഡിക്കൽ ആയിട്ട് വരുന്ന ചെലവുകളായിട്ടുള്ള ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ, ആൾക്ക് ഫുഡിനും മറ്റു കാര്യങ്ങൾക്കുള്ള ചെലവുകൾ അതുകൂടി മീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മനസ്സിലായോ? രണ്ടൊന്നല്ല. അവിടെ ആരോ നേരത്തെ ടൈപ്പ് ചെയ്ത് ചോദിച്ചു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നായിരിക്കും ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തോ ആണ് ടൈപ്പ് ചെയ്തത്. ആണോ? അതാണോ ചോദിച്ചേ? ഹോസ്പിറ്റൽ ക്യാഷ് കവറും ഹോസ്പിറ്റൽ കവറും ഹോസ്പിറ്റലൈസേഷൻ കവറും ഒന്നാണെന്നാണോ ചോദിച്ചത്? ആരോ ടൈപ്പ് ചെയ്തിരുന്നു. ആണോ? ക്ലിയർ ആയോ? ഇത് മൂന്നെണ്ണം ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസുകൾ ഏതൊക്കെ രീതിയിലുണ്ട് എന്നാണ്. 5 രീതിയിലാണുള്ളത്. ഞാനിപ്പോ 3 പറയുന്നുള്ളൂ. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ഇത് 3 മനസ്സിലായി. ബാക്കി 2 എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ സംശയമൊന്നുമില്ല. അപ്പൊ ഇതുവരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത്രയും വരെയൊക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ചൊക്കെ നോക്കണം. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു പോളിസി ഒക്കെ എല്ലാവർക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചെറുതൊക്കെ ആണെങ്കിലും ഒരു പോളിസി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മളുടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒക്കെ അങ്ങനത്തെയൊക്കെയാണ്. സോ അതൊക്കെ ഏതെങ്കിലും